ഹലോ ഗൈസ്, ഇതെൻ്റെ പ്രഗ്നൻസിയുടെ അല്ലെങ്കിൽ ഡെലിവറിയുടെ വീഡിയോയാണ്. അപ്പം ഇന്നിപ്പോൾ 28-ാം തീയതി ഡിസംബർ 2024 യെസ്. അപ്പം ഞാനിപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് മേത്ത് കുഴമ്പൊക്കെ തേച്ചിട്ട് ചെറുതായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്തിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ വാട്ടർ ബ്രേക്കായി. ഇപ്പോൾ രാത്രി ഒരു 10 മണി കഴിഞ്ഞപ്പോഴാണ് വാട്ടർ ബ്രേക്കായി. ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞു. ഞാനിപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയി കുളിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ബ്രേക്കായി കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലൊന്ന് പോകണം. അപ്പോൾ ചില കേസിൽ അവരവിടെ അഡ്മിറ്റ് ആക്കും, ചില കേസിൽ വേറെ കോൺട്രാക്ഷനും പെയിനൊന്നും ഇല്ലെങ്കിൽ അവർ തിരിച്ച് വീട്ടിലേക്ക് വിടും. അപ്പോൾ നമ്മുടെ കേസിൽ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയില്ല. ഞാനിപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ജോബി ഇപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പക്ഷേ പെയിനും കോൺട്രാക്ഷനും അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് വാട്ടർ ബ്രേക്കായി, അത്ര മാത്രമേ ഉള്ളൂ. വേറെ പെയിനൊന്നും തന്നെ എനിക്കില്ല. അപ്പോൾ ഐ തിങ്ക് മിക്കവാറും തിരിച്ച് വിടുമെന്നാണ് എനിക്ക് തോന്നണേ. എന്തായാലും നമുക്ക് നോക്കാം. വാട്ടർ ബ്രേക്ക് ആയതുകൊണ്ട് അഡ്മിറ്റ് ആക്കുമെന്ന് അറിയില്ല. കാരണം വാട്ടർ ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. പിന്നെ 24 hours ഉള്ളിൽ ഇൻഡ്യൂസ് ചെയ്യണം, അങ്ങനെ എന്തൊക്കെ റൂളുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യണമെന്നുള്ളത് അറിയില്ല. എനിവേ നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്കാം. ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. അത് കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ പോകണേ. ഇവിടെ ഇപ്പോൾ രാത്രി 10 മണിയാണ്, 10:30 കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ ഇവിടെ നിന്നൊരു അരമണിക്കൂറുണ്ട്. അപ്പോൾ ഞങ്ങൾ DRK വെസ്റ്റ് എൻഡ് എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലാണ് പോണേ. അത് നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് ചെറിയൊരു വേദനയുണ്ട്, സഹിക്കാമില്ലാത്ത വേദനയൊന്നുമല്ല, ഗുഡാണ്. പിന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വാട്ടർ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ആവണം ഫീൽ ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ നേരെ ഹോസ്പിറ്റലിൽ പോയി നോക്കാം എന്താ പറഞ്ഞത്. പ്രത്യേകിച്ചൊരു നിർവികാരതയാണ്. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലെത്തി. അവരിപ്പോൾ ബേബിയുടെ CTG ഹാർട്ട് റേറ്റ് നോക്കിക്കൊണ്ടിരിക്കുക അവിടെ. അതായത് മണിക്കൂർ ഹാർട്ട് റേറ്റൊക്കെ നോക്കും. അതിൻ്റെ അവർ സെർവിക്സും കൂടെ നോക്കി കഴിഞ്ഞിട്ട് അവർ ചോദിച്ചു തിരിച്ച് വീട്ടിൽ പോകണോ അതോ ഇവിടെ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണോ, നാളെ രാവിലെ 10 മണി വരെ നമുക്ക് എന്താണ് പ്ലാൻ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കുറച്ച് നേരോട് നോക്കിയിട്ട് കോൺട്രാക്ഷൻ എങ്ങനെയാണ് വരണമെന്ന് നോക്കിയിട്ട് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു 7 മിനിറ്റ് 10 മിനിറ്റിൻ്റെ ഇടയ്ക്കാണ് ചെറിയ കോൺട്രാക്ഷൻ ആണെങ്കിലും വരണുള്ളൂ. ചെറുതാണ്, സഹിക്കാവുന്ന വേദനയ്ക്കേ ഉള്ളൂ. നോക്കിയിട്ട് സർവീസ് ഡയലറ്റ് ആവാൻ ചാൻസ് ഇല്ല. ഞാൻ നോക്കിയിട്ട് പറയാം. എന്തായാലും ഇതാണ് ഇപ്പം നമ്മൾക്ക് തന്നേക്കുന്ന മുറി. ഇത് പ്രൈവറ്റ് റൂമാണോ ഫാമിലി റൂമാണോ എന്ന് എനിക്കറിയില്ല. എനിക്കൊന്ന് ഇനീഷ്യൽ ചെക്കപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു റൂമാണ്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് കോൺട്രാക്ഷൻസ് പെട്ടെന്ന് വരുന്നുണ്ടായിരുന്നു. ഫോണിൽ നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് കോൺട്രാക്ഷൻസിൻ്റെ ഡ്യൂറേഷൻസും അത് എത്ര ബ്രേക്കിൽ വെച്ചിട്ടാണ് വരുന്നതെന്ന് നോക്കിക്കൊണ്ടിരുന്നത്. അത് നല്ല എഫക്റ്റീവായിട്ട് വരുന്നുണ്ടായിരുന്നു. ഈ ടൈമിൽ ഇരിക്കുകയും നടക്കുകയും കിടക്കുകയും പിന്നെ ബൗൺസിങ് ബോളിൽ ഇരുന്ന് റിലാക്സ് ചെയ്യും, അങ്ങനെ പല മെത്തഡോളജി ട്രൈ ചെയ്തിട്ടാണ് ഞാൻ കോൺട്രാക്ഷൻസിനെ ടാക്കിൾ ചെയ്തുകൊണ്ടിരുന്നത്. വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കാളും കണ്ടീഷൻ മാറിയ ഇപ്പൊ അടിയിലേക്കൊരു തടസ്സം വരുന്നുണ്ടോ? Doing good. എന്താ ജിബ ചെയ്യുന്നത് പറയും. കോഫി ചായ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. കോൺട്രാക്ഷൻ വരുന്നുണ്ട്. കോൺട്രാക്ഷൻ ഒരു 5 മിനിറ്റ് ഇടവിട്ടാ, ഒരു 7 to 10 അതിൻ്റെ മിനിറ്റ് ഇടവിട്ട് കോൺട്രാക്ഷൻ വരുന്നുണ്ട്. അപ്പം പറഞ്ഞ പറ്റും, ടോളറേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയേ ഉള്ളൂ. വേദന വരുമ്പോൾ നല്ല രസമുണ്ട്, പക്ഷെ എന്നാലും സഹിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അവർ വന്നിട്ട് സെർവിക്സ് മെഷർ ചെയ്തു. അപ്പോൾ 1 centimeter ഡയലേറ്റഡ് ആയിട്ടുള്ളൂ.
പിന്നെ അവർ ബ്ലഡ് സാമ്പിൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, മറ്റേ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ പറഞ്ഞു അവിടെ നിന്നോളാൻ പറഞ്ഞു. അവർ പറയുന്നത് ഹോപ്പ്ഫുള്ളി മോർണിംഗ് ആകുമ്പോഴത്തേക്കും അല്ല, ഡേ ടൈമിലേക്ക് മിക്കവാറും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കണേ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സമയം 1 മണി, 29-ാം തീയതി വെളുപ്പിന് 1 മണിയാണ് സമയം. എനിക്ക് ഓൾറെഡി രാത്രി ഉറക്കം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. അപ്പം ഞാനിപ്പോൾ പതുക്കിരുന്ന് ബുക്കൊക്കെ വായിച്ച് ഹാപ്പി ബർത്തിങ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ യുട്ട എന്ന് പറഞ്ഞിട്ട് അടിപൊളി ഒരു മിഡ് വൈഫ് ഉണ്ട്, അവരുടെ ബുക്കാണ്. ഞാൻ ബുക്കൊക്കെ വായിച്ച് എൻ്റെ കോൺസെൻട്രേഷൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെയിൻ വരുമ്പോൾ ഞാൻ കുറേ ബ്രീത്തിങ് ടെക്നിക്കൊക്കെ ചെയ്തിട്ട് കുഴപ്പമില്ല, ഇതുവരെ കുഴപ്പമൊന്നുമില്ല, ഗുഡാണ്. ഓക്കെ, കൂൾ. മഞ്ഞിട്ടിട്ടുള്ള പച്ചിട്ടിട്ടുള്ള ഈ വീഡിയോ കാണുന്നില്ലേ, കാരണവന്മാര് പറയും നിനക്ക് അവൾക്കൊന്ന് തിരുമ്മി കൊടുക്കാൻ പാടില്ല. ജോബി മാക്സിമം തമാശ പറഞ്ഞും പിന്നെ പാട്ട് പാടിയൊക്കെ എൻ്റെ കോൺസെൻട്രേഷൻ ഈ പെയിനിൽ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയൊരു സംഭവം ബൗൺസിങ് ബോളിലിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞ് ആ പെയിനിനെ ടാക്കിൾ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മ്യൂസിക്കൊക്കെ വെച്ചിട്ട്, അപ്പോൾ നമുക്ക് സ്പോട്ടിഫൈയിലൊക്കെ നോക്കി കഴിയുമ്പോൾ കാണാൻ പറ്റും ഡെലിവറി ടൈമിൽ മ്യൂസിക് എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്കങ്ങനെ കുറേ ലിസ്റ്റ് ഓഫ് മ്യൂസിക് കിട്ടും. അപ്പോൾ അങ്ങനത്തെ പാട്ടുകൾ വെച്ചിട്ട് ബൗൺസിങ് ബോളിൽ ഇരുന്നിട്ടായിരുന്നു പിന്നീട് ഞാൻ കുറേ നേരത്തേക്ക് പെയിനെ ടാക്കിൾ ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് നേരം അങ്ങനെ ചെയ്യും, അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ അല്ലാതെ നടക്കും, കുറച്ച് നേരം കിടക്കും. അങ്ങനെയാണ് ഈ സമയത്ത് കോൺട്രാക്ഷൻസൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. നമ്മുടെ കോൺട്രാക്ഷൻസ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. ഇത് ഏകദേശം ഇതൊക്കെ നടക്കുന്നത് ഒരു 2 മണി 3 മണി ആ ഒരു സമയത്തൊക്കെ ആയിട്ടാണ്. ജോബി നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ കോൺട്രാക്ഷൻസിൻ്റെ ഓരോ ഡ്യൂറേഷനെല്ലാം കറക്റ്റായിട്ട് മെഷർ ചെയ്തുകൊണ്ടിരുന്നത് ജോബിയാണ്. ഈ പെയിൻ വരുന്ന സമയത്ത് ജോബി എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്, ഇത് എന്നെക്കൊണ്ട് ഈസി ആയിട്ട് നടക്കും, ജോബി എൻ്റെ സ്ട്രെങ്ത്ത് കണ്ടിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത്. കാരണം പെയിൻ വരുന്ന സമയത്ത് നമ്മൾ വൾണറബിളായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പാർട്ട്ണർ നമ്മുടെ അടുത്ത് ഇത് നമ്മളെ കൊണ്ട് പറ്റും, നമ്മൾ നല്ല സ്ട്രോങ് ആണ്, അവരത് വിറ്റ്നസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഭയങ്കര ഒരു മോട്ടിവേഷനാവും. നമുക്കത് കുറച്ചും കൂടെ ഒരു ഈസി ആയിട്ട് ആ സിറ്റുവേഷനെ ടാക്കിൾ ചെയ്യാൻ പറ്റും. ഇത് എല്ലാ പാർട്ട്നേഴ്സും ഒന്ന് ട്രൈ ചെയ്യണത് നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ടിപ്പ് നമ്മൾ ബർത്തിങ് ക്ലാസ്സിന് പോയപ്പോൾ അവിടുത്തെ മിഡ് വൈഫാണ് നമുക്ക് പറഞ്ഞു തന്നത്. നമ്മൾ ബർത്തിങ് ക്ലാസ്സിന് പോയത് യുട്ട എന്ന് പറഞ്ഞിട്ട് യുട്ട ഫോർ ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള, ഞാൻ ആ ബുക്ക് വായിച്ച ആ സെയിം മിഡ് വൈഫിൻ്റെ അടുത്താണ് നമ്മൾ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മിഡ് വൈഫ് പറഞ്ഞു തന്നതാണ് പോസിറ്റീവ് അഫർമേഷൻസ് എത്രമാത്രം നല്ലൊരു ഇമ്പാക്റ്റാണ് നമ്മുടെ ഡെലിവറിയുടെ സമയത്ത് നമുക്ക് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അത് ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതുപോലെ തന്നെ ബൗൺസിങ് ബോളിലിരുന്ന് അത്യാവശ്യം മ്യൂസിക്കിൻ്റെ സെയിം ബീറ്റിൽ ഇങ്ങനെ ഒന്ന് ഡാൻസ് ചെയ്യാനും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ ഒരു പാർട്ടി മോഡിലേക്ക് ഒന്ന് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ അധികം നേരമൊന്നും കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റിയൊന്നുമില്ല, ബിക്കോസ് പെയിൻ വരുമ്പോഴത്തേക്കും അതിന് ഓവർ പവർ ചെയ്യുമായിരുന്നു. അത് നടക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു മ്യൂച്വൽ സപ്പോർട്ട് എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞ സാധനം, അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. പിന്നീട് മിഡ് വൈഫ് വന്നിട്ട് എൻ്റെ സർവീസ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ 2 to 3 സെൻറ്റിമീറ്ററിൻ്റെ ബിറ്റ്വീൻ ഡയലേറ്റഡ് ആയെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കോൺട്രാക്ഷൻസ് അത്യാവശ്യം ആക്റ്റീവായിട്ട് വരുന്നുണ്ടായിരുന്നു. ഒരു 4 minute ഡ്യൂറേഷൻ്റെ ഇടയ്ക്കായിട്ട് കോൺട്രാക്ഷൻസ് അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ടായിരുന്നു.
ഇപ്പം ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഏകദേശം ഞാനൊരു 4 സെൻറ്റിമീറ്റർ ഡയലേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ എപ്പിഡ്യൂറലിന് ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ ലിമിറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ മാക്സിമം ഞാൻ ടോളറേറ്റ് ചെയ്യും. എനിക്ക് തീരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ മാത്രം എനിക്ക് എപ്പിഡ്യൂറൽ തന്നേച്ചാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെനിക്കൊരു വാം ബാത്ത് അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ ഇങ്ങനെ ഈ ചൂടുവെള്ളത്തിൽ നമ്മൾ കിടന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി ഒന്ന് റിലാക്സ് ആവും. അതുപോലെ തന്നെ കുറച്ചും കൂടെ നമ്മുടെ ഈ പെയിനും കോൺട്രാക്ഷൻസിനൊക്കെ ഒരു റിലീഫ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഓൾസോ വാട്ടർ ബർത്തിനുള്ള പോസിബിലിറ്റീസ് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് അറിയാം, ഒന്ന് ടെസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ് ഈ ബാത്തിൽ ഞാൻ ട്രൈ ചെയ്തത്. പക്ഷേ ബാത്തിൽ കിടന്നിട്ട് ആ ഒരു ചൂട് മേത്തേക്ക് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കോൺട്രാക്ഷൻസ് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് വരുന്നുണ്ടായിരുന്നു. ഈ ബാത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഏകദേശം ആക്റ്റീവ് ലേബറിലേക്ക് ആയിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റേജ് കഴിഞ്ഞ് എൻ്റെ സർവീസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കംപ്ലീറ്റ് വാട്ടർ ബ്രേക്കായി. വാട്ടർ കംപ്ലീറ്റ്ലി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ല പെയിനായിരുന്നു. എനിക്ക് നല്ല പെയിൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞവരുടെ അടുത്ത് എനിക്ക് ഏതെങ്കിലും ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഒരു പെയിൻ റിലീഫിൻ്റെ ഒരു മെഡിക്കേഷൻ തരാൻ പറഞ്ഞു. അവരപ്പോൾ എനിക്ക് തന്നത് പാരസെറ്റമോളിൻ്റെ IV ആയിരുന്നു. പക്ഷേ അത് എനിക്ക് പ്രത്യേകിച്ച് ഒരു എഫക്റ്റ് ഉണ്ടാക്കിയില്ല. എന്നിട്ട് കുറച്ച് നേരം കൂടെ കൂട്ടി ഞാനത് സഹിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് നെക്സ്റ്റ് ഏതെങ്കിലും ഒരു മെഡിക്കേഷൻ, അതായത് കുറച്ചുകൂടെ ഗ്രേഡ് കൂടി ഒരു മെഡിക്കേഷൻ തരാൻ വേണ്ടി പറഞ്ഞു. അതുവരെനിക്ക് തന്നത് ഒപ്പിയോയിഡ്സ് ആയിരുന്നു, അതായത് മോർഫിൻ അങ്ങനെ ഏതെങ്കിലും ഒരു മെഡിക്കേഷൻ. പക്ഷേ ആ മെഡിക്കേഷൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം തന്നെ അത് കണക്ട് ചെയ്ത് അപ്പം തന്നെ കുട്ടി റിയാക്ട് ചെയ്തു. അതുകൊണ്ട് അവരപ്പം തന്നെ ആ മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ അതിന് ശേഷം അവരുടെ ഹാർട്ട് ബീറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് തീരെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞൊരു എമർജൻസി C-സെക്ഷൻ്റെ ആവശ്യം വരുമെന്ന്, കാരണം കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് തീരെ കിട്ടുന്നില്ലാത്തത് കൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അനസ്തേഷ്യ ടെക്നീഷ്യൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഓൾറെഡി ഒരു തിയേറ്ററിൻ്റെ അകത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് വരാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് എൻ്റെ കോൺട്രാക്ഷൻസും അതുപോലെ തന്നെ ഡയലേഷനൊക്കെ പെട്ടെന്ന് ഫാസ്റ്റ് ആവുന്നുണ്ടായിരുന്നു. ഏകദേശം 10 മണിയായപ്പോഴത്തേക്കും ഞാൻ 10 സെൻറ്റിമീറ്റർ ഡയലേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി നിന്ന റൂമിൽ നിന്നും നമ്മൾ ഡെലിവറി ചെയ്യാനുള്ള റൂമിലേക്ക് പിന്നെ എന്നെ ഷിഫ്റ്റ് ചെയ്തു. അതായത് നമ്മൾ നടന്നു തന്നെ പോകണം. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. ഈ റൂമിൽ വെച്ചിട്ടാണ് ഞാൻ പ്രസവിച്ചത്. അങ്ങനെ 29-ാം തീയതി ഞായറാഴ്ച രാവിലെ 10:30 വിക്ടോറിയ മരി ജോസ് ഉണ്ടായി. ബെർലിനിൽ DRK വെസ്റ്റ് എൻഡ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നോർമൽ ഡെലിവറി ആയിരുന്നു. പക്ഷെ വാക്വം വെച്ചിട്ടാണ് അവളെ പുറത്തെടുത്തത്. കാരണം അവളുടെ തല കുറച്ച് വലിയ തലയായിരുന്നു. അതുകൊണ്ട് ഞാൻ എത്ര പുഷ് ചെയ്തിട്ട് മരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു നല്ല മൊമെൻ്റ് ആയിരുന്നു. തുടക്കത്തിൽ അവൾ ഉണ്ടായ സമയത്ത് എനിക്കൊരു ഭയങ്കര കുറേ റഷ് ഓഫ് ഇമോഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ കരഞ്ഞുകൊണ്ടാണ് ഉണ്ടായി വന്നത്. അപ്പോഴത്തേക്കും ഇങ്ങനെ കരയുണ്ടാകുന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വന്നു. അല്ലാതെ എനിക്കൊരു ഭയങ്കര ഇമോഷണൽ ഫീലിംഗ് ഒന്നും എനിക്ക് ആ ഒരു മൊമെൻറ്റിനോട് ഉണ്ടായിരുന്നില്ല. ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് 2 ഡിഗ്രി ടയറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ സ്റ്റിച്ചൊക്കെ ഇട്ടു. സ്റ്റിച്ചിട്ട് കഴിഞ്ഞിട്ട് നേരെ എൻ്റെ അടുത്ത് ടോയ്ലറ്റിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ ടോയ്ലറ്റിൽ പോയി എനിക്ക് തന്നെ നടക്കാൻ പറ്റും എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവർ പിന്നെ എന്നെ നമ്മുടെ സാധാ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ റൂം എന്ന് പറയുന്നത് ഒരു ഐൻസെൽ സിമ്മറാണ്. അപ്പോൾ ഫാമിലിയൻ റൂം അല്ല. ഫാമിലി റൂം ആണെങ്കിൽ മാത്രമാണ് ഹസ്ബൻഡിന് രാത്രി നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ജോബിക്ക് രാത്രി 9 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജോബി വീട്ടിൽ പോകണമായിരുന്നു. പക്ഷേ അപ്പം ഞാനും കുട്ടി ഒറ്റയ്ക്കാണ്. പക്ഷേ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ടോയ്ലറ്റിൽ പോയതും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് റൂമിൽ വന്നിട്ടാണെങ്കിലും ടോയ്ലറ്റിൽ പോയതും എൻ്റെ എല്ലാ കാര്യങ്ങളെയും ചെയ്തത് ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ജോബിയാണ് കുട്ടീനെ നോക്കിക്കൊണ്ടിരുന്നത്. അവൾ ഉണ്ടായ സമയത്ത് അവളുടെ ടെമ്പറേച്ചർ ഭയങ്കര ലോ ആയിരുന്നു. അവൾ ഭയങ്കര കോൾഡായിട്ടിരുന്നൊരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂസ് 3 ഡേയ്സ് മാക്സിമം സ്കിൻ ടു സ്കിന്നിൽ തന്നെ അവളെ കീപ്പ് ചെയ്യാന്നുള്ളത്, അവളുടെ ടെമ്പറേച്ചർ ഹൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതൊരു ജോബി അല്ലെങ്കിൽ ഞാൻ ഫുൾ ടൈം തന്നെ അവളുടെ സ്കിൻ ടു സ്കിന്നിൽ കോണ്ടാക്റ്റിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. രാത്രി ഞാൻ ഉറങ്ങാൻ നേരത്ത് മാത്രം എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ചാടി പോയാലോ എന്ന് പേടിച്ച് ഞാൻ തൊട്ടടുത്ത് ബാസിനെറ്റിൽ കിടത്തിയിട്ടുണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് 3 ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ ഒബ്സർവേഷനിലായിരുന്നു. വിക്കിയും അതുപോലെ തന്നെ ഞാനും.
വിക്കിക്ക് ബിൽറൂബിൻ ഹൈ ആയിരുന്നു, അതായത് നമ്മുടെ നാട്ടിൽ മഞ്ഞപ്പ് എന്ന് പറയില്ലേ, അത് കുറച്ച് ഹൈ ആയിരുന്നു. എനിക്ക് തുടക്കത്തിൽ തീരെ പാലുണ്ടായില്ല, അവൾക്കപ്പോൾ പാല് കിട്ടുന്നുണ്ടായില്ല, അത് ഹൈ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും തന്നെ അവൾക്കടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അത് ഹൈ ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം 3-ാമത്തെ ദിവസം ഡിസ്ചാർജ് ആവണ സമയമായപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ബോർഡർ ലൈനിലായിട്ട് അവൾക്കടെ ബിൽറൂബിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ ഡിസ്ചാർജ് ആയിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ഒന്നുകൂടെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ അത്യാവശ്യം പാലൊക്കെ കുടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അത്ര പാലുണ്ടായില്ല. പക്ഷെ ഞാൻ വിചാരിച്ചത് അവൾക്ക് പാല് കിട്ടുന്നുണ്ട് എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾസോ അവിടുത്തെ നേഴ്സുമാർ വന്ന് ചെക്ക് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് പാലുണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുട്ടിക്ക് പക്ഷെ പാല് കിട്ടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ലേറ്റർ ഓൺ വളരെ വൈകിയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഞങ്ങളുണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ തന്നെ ബേബി ഫോട്ടോഷൂട്ട്സും അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ബേബി ഉണ്ടായിട്ട് സെക്കൻഡ് ഡേയിലാണ് നമ്മൾ ഈ ഫോട്ടോഷൂട്ട് അറേഞ്ച് ചെയ്തത്. അവിടെ അവർ റൂമിൽ വന്ന് ബാക്കി പ്രോപ്സും എല്ലാം അറേഞ്ച് ചെയ്ത് ബേബിയുടെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. Vicky, 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 Achu. അങ്ങനെ വിക്കി ഉണ്ടായിട്ട് 3rd ഡേ നമ്മൾ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഷോർട്ട്സാണിത്. വിക്കിയുടെ ഫസ്റ്റ് ടൈം ഔട്ട്സൈഡ് ഹോസ്പിറ്റൽ, ഫസ്റ്റ് ടൈം ഇൻ ദ കാർ. അതുപോലെ തന്നെ ആദ്യമായിട്ട് അവളുടെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഷോർട്ട്സാണിത്. ജോബി ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു, എക്സ്ട്രീംലി ഹാപ്പി എന്ന് പറയാം. കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ലോകത്തേക്ക്. അങ്ങനെ വിക്കി ഒരു ഗ്രാൻഡ് എൻട്രൻസ് കാഴ്ചവെച്ച ടൈമാണ്. ഞങ്ങൾ വളരെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞങ്ങൾ പേരൻസ് ആയത്. ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് തന്നിട്ടുള്ള മൊമെൻറ്റ്സാണിത്. ഈ വെൽക്കം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസായിരുന്നു. ചിന്നു മിജോണും കൂടെ കൂടിയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ ഹോർമോൺസൊക്കെ തലയിലടിച്ചേറി നല്ല രീതിയിൽ കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ കടിച്ചു പിടിച്ച് കരയാതെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുമായിരുന്നു. ഇത് എന്താന്ന് പറഞ്ഞാൽ എനിക്കും അതുപോലെ തന്നെ വിക്കിക്കും ഭയങ്കര ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആയിരുന്നു. കാരണം എന്താ പറയണേ, നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റും ഇങ്ങനെ ഉണ്ട് എന്നുള്ളതൊരു ഭയങ്കര ഒരു നല്ല ഫീലിംഗ് ആണല്ലോ. അതുപോലെ തന്നെ പപ്പയും മമ്മയാണെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഫ്ലൈറ്റ് എൻ്റെ ഡ്യൂ ഡേറ്റിനേക്കാളും നേരത്തെ ഞാൻ എടുത്തതാണ്. പക്ഷേ വിക്കി നേരത്തെയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് വിക്കി അതായത് എൻ്റെ ഡെലിവറി കഴിഞ്ഞ സെയിം ഡേയിലായിരുന്നു പപ്പയും മമ്മിയും ബെർലിനിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഡേ വിക്കിക്ക് ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു അവളുടെ ബിൽറൂബിൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ അടുത്ത ദിവസം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബിൽറൂബിൻ പിന്നെയും ഹൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾ NICUയിൽ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവൾ ഇത് NICU സ്പേസാണ്, നമുക്ക് തന്നെ പേഴ്സണൽ റൂം കിട്ടും. അപ്പോൾ ആ റൂമിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് ചേമ്പറിൻ്റെ അകത്തായിട്ടാണ് അവൾക്ക് ഇങ്ങനെ ഈ ബ്ലൂ ലൈറ്റിൽ അവളിടുന്നത്. അപ്പോൾ ഫസ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന 12 hours കണ്ടിന്യൂസ് ഇടണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പാല് പമ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫോർമുല ആ ചേമ്പറിൻ്റെ ഉള്ളിൽ കൂടെ അവളെ ഫീഡ് ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയാണ് NICU സെറ്റപ്പ് ഇവിടുത്തെ. പക്ഷെ നമുക്ക് ഇവിടെ കൂടെ തന്നെ നിൽക്കാൻ പറ്റും. അവൾ കരയുമ്പോഴും എല്ലാം നമുക്ക് കാണാനും അല്ലെങ്കിൽ അവൾക്ക് വിശക്കുമ്പോഴൊക്കെ നമുക്ക് പാല് കൊടുക്കാനൊക്കെ പറ്റും. ചെറുപ്പത്തിൽ വിക്കി വളരെ കുറവ് ക്വാണ്ടിറ്റിയിലാണ് പാല് കുടിച്ചുകൊണ്ടിരുന്നത്. അതായത് യൂഷ്വലി മറ്റുള്ള കുട്ടികളെക്കാൾ കമ്പാരിറ്റീവ്ലി കുറവായിട്ട്. അവളുടെ ഇനീഷ്യൽ ഒരു
ഇപ്പോഴും അവൾ വളരെ കുറവ് തന്നെയാണ് പാല് കുടിക്കണേ. അതായത് പക്ഷേ അവളുടെ ബ്രേക്സ് ഭയങ്കര ഓഫണാണ്. അതായത് അവൾ ഇപ്പോഴും അവൾ 3 മണിക്കൂർ ഇടവിട്ടാണ് പാല് കുടിക്കുന്നത്. അവൾ തീരെ കുഞ്ഞായിരുന്നപ്പോൾ ഓരോ മണിക്കൂർ ഇടവിട്ടാണ് അവൾ പാല് കുടിച്ചുകൊണ്ടിരുന്നത്. അത്രയും ക്വാണ്ടിറ്റി കുറവ് പാലാണ് അവൾ കുടിക്കണേ. എനിക്ക് തോന്നുന്നു അവളുടെ വയറ് തീരെ കുഞ്ഞായിരുന്നു, ഇപ്പോഴും കുഞ്ഞ് തന്നെയാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു വയറിൻ്റെതായിട്ടുള്ള ഡെവലപ്മെൻറ്റ് അവൾക്ക് വന്നിട്ടില്ല. അപ്പോൾ ഓരോ മണിക്കൂർ ഇടവിട്ടും അവൾക്ക് പാല് കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ സമയത്ത് നമ്മൾ ന്യൂ മോം ആയതുകൊണ്ട് ആ റെസ്പോൺസിബിലിറ്റീസൊക്കെ നമ്മൾ ഭയങ്കര സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കണേ. ഇപ്പോൾ 7 മാസമായി വിക്കി ഉണ്ടായിട്ട്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ എത്ര ചെറുതായിരുന്നു എന്നും അവൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഈ ലോകത്തേക്ക് വന്നതെന്നുള്ളതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. അവളിപ്പോൾ പണ്ട് തൊട്ടേ ഞങ്ങളുടെ ഒപ്പം ഉള്ള ഒരാളെ പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യണേ. ആൻഡ് ഈ ഒരു വണ്ടർഫുൾ ഹ്യൂമൻ ഇൻ അവർ ലൈഫ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ലൈഫ് ലോങ് പ്രഷ്യസ് ആയിരിക്കും. അതുപോലെ തന്നെ വിക്കി ലോകത്തിലേക്ക് വരാൻ പോവുകയാണെന്ന് അറിഞ്ഞ ആ മൊമെൻ്റ് മുതൽ അവളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവളുടെ ചുറ്റും. ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ടും ഫാമിലി മെമ്പേഴ്സായിട്ടും എല്ലാവരുമായിട്ടും. ഐ ഫീൽ ലൈക്ക് ഷീ ഈസ് റിയലി ലക്കി. കാരണം ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർ ചുറ്റും ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഭാഗ്യമാണ്. എസ്പെഷ്യലി ഫോർ വിക്കി. അവൾ ഞങ്ങളുടെ ഫാമിലിയിൽ ഫസ്റ്റ് ഗ്രാൻഡ് ചൈൽഡാണ്. ഇപ്പോൾ എൻ്റെ ഫാമിലിയിലെ ആണെങ്കിലും ജോബിയുടെ ഫാമിലിയിലെ ആണെങ്കിലും. അപ്പോൾ അവളെ ഒന്ന് എടുക്കാനും അതുപോലെ തന്നെ അവളെ ഒന്ന് കൊഞ്ചിക്കാനൊക്കെ ആയിട്ട് കാത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവളുടെ ചുറ്റും. സോ ഐ ക്യാൻ കോൺഫിഡൻ്റ്ലി സേ ദാറ്റ് മൈ ബേബി ഈസ് റിയലി ലക്കി. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ബൈ ബൈ. ഞാൻ പോകുന്നു. ബൈ ബൈ.